ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്രഞ്ചി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ക്രഞ്ചി സമൂസയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഷെഫ് ഷമീംക്കായുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒരു വീഡിയോ ഞാൻ കാണാനിടയായിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അത് കണ്ടിട്ട് ട്രൈ ചെയ്തതാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലില്ലാത്ത ചിക്കൻ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിതാ ഈ ഒരു കനത്തിൽ ഈ ഒരു സൈസിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ചിരകിയ തേങ്ങ. അതൊരു 3 ടേബിൾ സ്പൂൺ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യട്ടെ. വെളിച്ചെണ്ണയിലാവുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 10 മിനിറ്റിന് ശേഷം ഇത് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷമാണ് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഷാലോ ഫ്രൈ ചെയ്യാനുള്ള വെളിച്ചെണ്ണ മതി കേട്ടോ, ഡീപ്പ് ഫ്രൈ അല്ല ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ആ ഒരു കറിവേപ്പിലയുടെ ഫ്ലേവറും എല്ലാം കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു റെസിപ്പിക്ക്. പിന്നെ അതിലേക്ക് നമുക്ക് ഈ ഒരു ചിക്കൻ പീസസ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ചെറിയ പീസസ് ആണ്, അതുപോലെ തന്നെ എല്ലൊന്നും ഇല്ലാണ്ട് ചെറിയ ചെറിയ പീസസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. ഒരു ഭാഗം ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കനെല്ലാം ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്ന ഒരു സമയത്ത് നമ്മുടെ ആ ഒരു ബൗളുണ്ടല്ലോ, നമ്മൾ മസാല കൂട്ടിയിട്ടുണ്ടായിരുന്ന ബൗൾ, അതിലേക്ക് കുറച്ചുകൂടെ തേങ്ങ ഒന്ന് ആ ഒരു മസാലയോടെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ അത് നമുക്ക് കോരിയെടുക്കാനുള്ള ആ ഒരു സ്റ്റേജിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 ടൈപ്പ് ക്രഞ്ചിനെസ് ആണ് നമുക്ക് തേങ്ങയുടെ ആ ഒരു ഇതാണ് നമുക്ക് കിട്ടട്ടെ കഴിക്കുമ്പോൾ. ആദ്യം ഒന്ന് നല്ല വറവായിട്ടുള്ള തേങ്ങയുടെയും ഇത് ചെറുതായിട്ട് ലാസ്റ്റ് എടുക്കാൻ നേരത്ത് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ സമൂസയുടെ ഫില്ലിങ്. ഇനി ഉള്ളി വഴറ്റി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഇത്ര മാത്രം ചെയ്താൽ മതി. ഇനി ഒരു മുട്ട എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മൈദ വെച്ചിട്ട് വെള്ളം ചേർത്തിട്ട് പശയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു സമൂസ ലീഫ് എടുക്കുക, എന്നിട്ട് ഒരു ചിക്കൻ പീസ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു തേങ്ങയുടെ കുറച്ച് വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ചീസിൻ്റെ ഒരു ചെറിയ പീസും കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സമൂസക്ക് ഫോൾഡ് ചെയ്തെടുക്കുന്ന പോലെ ഒട്ടും ഗ്യാപ്പില്ലാതെ ഹോളൊന്നും ഇല്ലാണ്ട് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഈ ഒരു മൈദ വെച്ചിട്ട് നമുക്ക് മൈദയുടെ പശ വെച്ചിട്ട് നോട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ലാസ്റ്റ് നമ്മൾ ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മുഴുവൻ അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചെറിയ സമൂസയുടെ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലെ കോണാക്കിയിട്ട് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. മറ്റേത് ബുദ്ധിമുട്ടാന്ന് തോന്നുന്നവർ ഈ രീതിയിലും നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു ചീസിൻ്റെ സ്ലൈസസും വെച്ച് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. വലിയ സമൂസ ഷീറ്റിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ചെറുതലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കോട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എല്ലാം ചെയ്തതിന് ശേഷമാട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ എല്ലാം അങ്ങനെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ചൂടായ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് ക്രംസൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നല്ല ഈസി അല്ലേ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. പുറമേക്ക് നല്ല ക്രഞ്ചിയും അതുപോലെ ഉള്ളിലേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനും അതുപോലെ തന്നെ ആ ഒരു ഇതിൻ്റെ തേങ്ങയുടെ ആ ഒരു ടേസ്റ്റും തേങ്ങ വറുത്തതിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ വരുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്